ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്കൊരു LCHF ബിരിയാണി തയ്യാറാക്കിയാലോ. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വേണമല്ലോ ഇടയ്ക്കൊക്കെ ഒരു ബിരിയാണിയൊക്കെ കഴിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. കുറേ ആയി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ അത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. കുറച്ച് കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിലിട്ട് അടിച്ച് വെച്ചതാണ്. ഒരു തക്കാളി, പിന്നെ വേണ്ടത് കുറച്ച് വലിയ ഉള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, അര ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, മീറ്റ് മസാല, ബിരിയാണി മസാല, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ബേ ലീഫ്, ഒരു കഷ്ണം ബേ ലീഫ്, 2 ഏലക്കായ, 2 പൂവ്, പട്ട, ഒരു തക്കോലത്തിൻ്റെ പകുതി. ഇതെല്ലാം ചേർത്ത് LCHF ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം. നെയ്യും വേണം കേട്ടോ. പാത്രം ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്കായ, പട്ട, പൂവ്, തക്കോലം, ബേ ലീഫ് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് പച്ചമണം മാറ്റിയെടുക്കാം. ഇനി വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് എനിക്ക് ഒരാൾക്കുള്ള അളവാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളെ വീട്ടിൽ എത്ര ആൾ ഡയറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ബിരിയാണി മസാല, മീറ്റ് മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾ പൊടി എല്ലാം ചേർത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുത്ത് അതിലേക്ക് തക്കാളി എടുത്തിടാം. ഇവിടെ എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ മകനുണ്ട്, ഞാനും അവനും മാത്രമേ ഉള്ളൂ. അവനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, വണ്ടിയിലൊക്കെ കളിച്ച്. കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എൻ്റെ പിന്നാലെയാണ്. മക്കൾ വന്നാൽ പിന്നെ എൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വരണം. ഹസ്ബൻഡ് പള്ളിയിൽ പോയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ 1 സ്പൂൺ തൈരും ആവശ്യമുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ബീഫ് വേവിക്കുമ്പോഴും കോളിഫ്ലവറിലും എല്ലാം ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ തൈരാണ് ഞാൻ എടുത്തത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി ബീഫും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരാൾക്കുള്ള ബീഫ് ആയതുകൊണ്ടാണ് വളരെ കുറച്ചുള്ളത്. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീരും പുതിന ഇലയും മല്ലിയിലയും ചേർത്ത് സിമ്മിലാക്കി വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇതവിടെ ചെറിയ സിമ്മിൽ അവിടെ കിടന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ.
പാത്രം ചൂടായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്കായും പട്ടയും പൂവും ഒരു ചെറിയൊരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച കോളിഫ്ലവർ ചേർത്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതാണ് റൈസിന് പകരം ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. LCHF ഡയറ്റിലാണെന്ന് വിചാരിച്ച് ബീഫ് ബിരിയാണിയോ എന്താ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഫിഷ് ബിരിയാണി ആവുമ്പോൾ മീറ്റ് മസാലക്കും പകരം കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. എന്നും ഒരേ രീതിയിൽ തന്നെ ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ ഇങ്ങനെ ചില വെറൈറ്റി ഡിഷസൊക്കെ പരീക്ഷിക്കാം. കോളിഫ്ലവർ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കാം. റവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. എന്നതിന് ശേഷം നമുക്ക് മസാലയിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം വേവൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി കുക്ക്ഡാണ്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മസാലയിലേക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ മസാല ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി LCHF ഡയറ്റിലാണെന്ന് വിചാരിച്ച ആരും ബിരിയാണി ഒന്നും കഴിക്കാണ്ടിരിക്കണ്ട. നല്ല ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.